ദുബായിൽ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്കൊക്കെ തുറന്നു നോക്കുമ്പോൾ കംപ്ലീറ്റ് റിയൽ എസ്റ്റേറ്റ് വീഡിയോസ് ആണെന്നാണ് പലരും പറഞ്ഞത്. ആകെ കൺഫ്യൂസ്ഡ് ഉണ്ടെന്നാണ് പലരും ചെയ്ത് ശരിക്കും ഇപ്പോൾ ലാസ്റ്റത്തെ ഒരു 3 വർഷം 4 വർഷം എടുത്തു നോക്കുകയാണെങ്കിൽ 3 വർഷം എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് പുതിയ ഡെവലപ്പേഴ്സ്, ഇപ്പോൾ നാട്ടിലുള്ള ഡെവലപ്പേഴ്സ് തന്നെയാണെങ്കിൽ ഇപ്പോൾ സ്കൈലൈൻ അല്ലെങ്കിൽ കോൺഫിഡൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഹൈലൈറ്റ്, അങ്ങനെ പല ടീംസ്, ഇനി അല്ലെങ്കിൽ ഖസാഗ്രാൻഡ്, അതല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിലുള്ള യൂറോപ്യൻസ് ബ്രാൻഡുകൾ അല്ലെങ്കിൽ അതർ ഏഷ്യൻ ബ്രാൻഡുകൾ, അങ്ങനെ ഒരുപാട് ഡെവലപ്പേഴ്സ് ദുബായിൽ UAE വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ട്രംപ് ടവർ വരെ ദുബായിലാണ് വരുന്നത്. സോ എല്ലാവരും കൺഫ്യൂസ്ഡ് ആണ്, ഏതാ നല്ല പ്രൊജക്റ്റ്, ഏതാ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഏതിലാണ് വാങ്ങേണ്ടത് എന്നുള്ളത്. കാരണം ഓരോ ഡെവലപ്പേഴ്സും പ്രൈസിങ്ങിൽ ഒരു പക്ഷേ വ്യത്യാസം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ തരുന്ന സർവീസിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ തരുന്ന മെയിൻലി എല്ലാവരും കളിക്കുന്നത് പേയ്മെൻറ്റ് പ്ലാനിലാണ്. പോസ്റ്റ് ആൻഡ് ഓവർ പേയ്മെൻറ്റ് പ്ലാൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ മന്ത്ലി 1% പേയ്മെൻറ്റ് പ്ലാൻ കൊടുക്കുന്നു. അതും അല്ലെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റ് കൂടുതൽ ചെയ്യുകയാണെങ്കിൽ, കൂടുതൽ ഡൗൺ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നു. അങ്ങനെ പല ഓപ്ഷൻസും കൊടുക്കുന്നുണ്ട്. ഇതിൽ ഏത് ഡെവലപ്പർ അല്ലെങ്കിൽ ഏത് പ്രൊജക്റ്റ് ചൂസ് ചെയ്യണമെന്നാണ് പലരും കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നുള്ളത്. ദുബായ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റ് പ്ലേസ് ആണ്. ഇവിടെ പല രാജ്യത്തു നിന്നുള്ള പല ആളുകൾ, പല ഡെവലപ്പേഴ്സ്, പല പ്രൊജക്റ്റുകളുണ്ട്. ഇവിടെ നമ്മളൊരു പ്രൊജക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നോക്കേണ്ടത് ഇവരുടെ കപ്പാസിറ്റിയാണ്. ഇവർക്ക് ഒരു പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ ആ പ്രൊജക്റ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ്, അല്ലെങ്കിൽ ആ പ്രൊജക്റ്റിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഇനി ഗ്ലോബൽ എക്കണോമിയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കോവിഡൊക്കെ പോലെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും ഇവർ സ്റ്റക്കാവില്ലേ, അല്ലെങ്കിൽ ഇവർക്ക് അതിനെ ഓവർകം ചെയ്യാനുള്ള ബാക്കപ്പ് ഉണ്ടോ, ട്രാക്ക് ഹിസ്റ്ററി ഉണ്ടോ, കഴിഞ്ഞ കോവിഡ് ടൈമിൽ അല്ലെങ്കിൽ കഴിഞ്ഞ 2008 അല്ലെങ്കിൽ 2016 12 ഒക്കെ സംഭവിച്ചിട്ടുള്ള എല്ലാം നോക്കുമ്പോൾ എല്ലാം അവർക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്ന ഡെവലപ്പറാണോ, ട്രാക്ക് റെക്കോർഡുള്ള ഡെവലപ്പറാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി ഒരു 4-5 കാര്യങ്ങൾ പറഞ്ഞുതരാം ഒരു പ്രൊജക്റ്റ് ചൂസ് ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഒരു ഡെവലപ്പർ ചൂസ് ചെയ്യുന്നതിന് മുമ്പ്. നമ്മൾ ഒരു ഫസ്റ്റ് ഡെവലപ്പർ ചൂസ് ചെയ്യുമ്പോൾ അവരുടെ ട്രാക്ക് ഹിസ്റ്ററി എന്തെന്നെ സംഭവിച്ചു കഴിഞ്ഞാലും നമ്മുടെ പ്രൊജക്റ്റിന് ഒന്നും പറ്റില്ല എന്നുള്ള ഒരു കാര്യം. പിന്നെ അവരുടെ പ്രീവിയസ് പ്രൊജക്റ്റുകൾ, അതിൻ്റെ ക്വാളിറ്റീസ്, അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കുകൾ, അതിൻ്റെ റിവ്യൂസ്, അതുപോലെ ഇപ്പോൾ അവിടെ താമസിക്കുന്ന ആളുകളുടെ ഫീഡ്ബാക്ക്, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവിടെ താമസിക്കുന്നവർ കൊടുക്കുന്ന റെൻ്റൽസ്. ഇതുപോലെ ഞാൻ പറഞ്ഞുതരാം, ഒരു ടവർ ബി ആയാലും ചിലപ്പോൾ ഒരു 1 ബെഡ്റൂമിന് 1 ലക്ഷം ദിർഹംസ് ആൾ പേ ചെയ്യുന്നുണ്ടാവും, റെൻറ്റ് കൊടുക്കുന്നുണ്ടാവും. അതേ തൊട്ടടുത്തുള്ള ടവർ ബിയിൽ ഒരു പക്ഷേ 70,000 അല്ലെങ്കിൽ 80,000 ആൾ റെൻറ്റ് പേ ചെയ്യുന്നുണ്ടാവുള്ളൂ. ബേസ്ഡ് ഓൺ ദ ഡെവലപ്പർ, ബേസ്ഡ് ഓൺ ദ ക്വാളിറ്റി, ബേസ്ഡ് ഓൺ ദ അമ്യൂണിറ്റീസ്, ദ റെൻ്റൽസ് വിൽ ബി ഓൾസോ എഫക്റ്റീവ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ അവരുടെ പ്രൊജക്റ്റിൽ നിന്ന് എത്രത്തോളം റെൻ്റൽ റിട്ടേൺസ് കിട്ടുന്നുണ്ട് എന്നുള്ളത് നോക്കണം. ഓക്കെ, പിന്നെ അടുത്തത് ഇവർ കൊടുക്കുന്ന പേയ്മെൻറ്റ് പ്ലാൻ അല്ലെങ്കിൽ പ്രൈസിങ്. ഇപ്പോൾ നല്ല ഡെവലപ്പറാണ്, അടിപൊളി ഡെവലപ്പറാണ് പറഞ്ഞിട്ട് ഭയങ്കര പ്രൈസാണോ, ഓവർ പ്രൈസ്ഡ് ആണോ, അല്ലെങ്കിൽ പെർ സ്ക്വയർ ഫീറ്റ് അവറേജ് മാർക്കറ്റ് പ്രൈസിനെക്കൂടെ കുറവാണോ അല്ലെങ്കിൽ കൂടുതലാണോ, അല്ലെങ്കിൽ അവറേജ് മാർക്കറ്റ് പ്രൈസിലാണോ ഇവർ പ്രൊജക്റ്റുകൾ കൊടുക്കുന്നത്, ഇവരുടെ പ്രൈസിങ് സ്ട്രാറ്റജി അങ്ങനെയാണോ. പിന്നെ പേയ്മെൻറ്റ് പ്ലാന്, നമ്മൾ കയ്യിൽ നിന്ന് ഇടുന്ന ഇക്വിറ്റി എത്രയാണ്, ഓക്കെ, ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഏറ്റവും ഫസ്റ്റ് നോക്കേണ്ടത് നമ്മുടെ സ്വന്തം ക്യാഷ് ഫ്ലോ. ആ ക്യാഷ് ഫ്ലോക്ക് ഫ്ലോക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏത് പ്രൊജക്റ്റാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ MR, വൺ ഓഫ് ദ ബെസ്റ്റ് ഡെവലപ്പേഴ്സ്, ദെൻ ശോഭ, ദെൻ യു ക്യാൻ കൺസിഡർ ഡമാക്, DR, these kind of developers are in the top 5 list in a reputed things. ഇനി അതിലൊന്നും കൂടി ഹൈ കാറ്റഗറിയിൽ പോകുകയാണെങ്കിൽ നമ്മുടെ നെക്കിയിൽ, മീരാസ്, ദുബായ് പ്രോപ്പർട്ടീസ്, ഇങ്ങനെയൊക്കെ ഒമ്നിയാത്ത്, ബിയോണ്ട് ഈ ഒരു ലെവലിലോട്ടും പോകും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഡെവലപ്മെൻറ്റിൽ നമ്മുടെ ക്യാഷ് ഫ്ലോക്ക് പറ്റുന്ന പ്രൊജക്റ്റുകൾ, നല്ല ലൊക്കേഷനിൽ നമ്മുടെ ക്യാഷ് ഫ്ലോക്ക് പറ്റുന്ന പ്രൊജക്റ്റുകൾ ഏതാണോ നോക്കിയിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലാതെ അത് നല്ല പ്രൊജക്റ്റാണ്, സൂപ്പറാണ്, നല്ല റിട്ടേൺസ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അതിലോട്ട് എടുത്ത് ചാടിയാൽ നമ്മുടെ ക്യാഷ് ഫ്ലോ അതിന് സപ്പോർട്ടീവ് ആയിട്ടില്ലെങ്കിൽ
നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടും. കാരണം പേയ്മെൻറ്റ് ഡിലേ വന്നാൽ, പേയ്മെൻറ്റ് ഇഷ്യൂ വന്നാൽ, പിന്നെ അത് ഒരു എക്സ്ട്രീം കേസിലൊക്കെ ടെർമിനേഷനിലൊക്കെ പോകുന്ന ഇഷ്യൂസ് വരെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നോക്കാതെ പ്രൊജക്റ്റ് നല്ലതുള്ളത് നോക്കണം. ബട്ട് നമ്മുടെ ക്യാഷ് ഫ്ലോ കൂടിയും കൺസിഡർ ചെയ്തിട്ട് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊജക്റ്റ് നോക്കിയിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ.